Welcome to the new video of I Plus Training Solutions. Part 1 നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസ്റ്റിന്റെ 2025 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 57. According to Philip Kotler, which of the following are formats of native advertising? നേറ്റീവ് അഡ്വർടൈസിങ്ങിന്റെ ഫോർമാറ്റ് ആയിട്ട് ഫിലിപ്പ് കോട്ട്ലർ കുറച്ച് കാര്യങ്ങളെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ആ ഒരു ഫോർമാറ്റില് പെടാത്തത് ഏതൊക്കെയാണ്, പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫോർമാറ്റ് ഓഫ് നേറ്റീവ് അഡ്വർടൈസിങ്. നേറ്റീവ് അഡ്വർടൈസിങ്ങിന്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് കണ്ടന്റ് റെക്കമെൻഡേഷൻ വരുന്നുണ്ട്, ആംബിയന്റ് അഡ്വർടൈസ്മെന്റ്, ഇൻഫീഡ് അഡ്വർടൈസ്മെന്റ്, പബ്ലിക് സ്പേസ് അഡ്വർടൈസ്മെന്റ്സ്, സെർച്ച് ലിസ്റ്റിംഗ്സ് ആൻഡ് പ്രൊമോട്ടഡ് ലിസ്റ്റിംഗ്സ്. ഇങ്ങനെ 5 കാര്യങ്ങളെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ചില കാര്യങ്ങളൊന്നും ഈ ഫോർമാറ്റിൽ പെടുന്നതല്ല. എന്തിന്റെ ഫോർമാറ്റില്? നേറ്റീവ് അഡ്വർടൈസിങ്ങിന്റെ ഫോർമാറ്റിൽ പെടുന്നതല്ല. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഏതെല്ലാമാണ് അതിന്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത് എന്താണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നേറ്റീവ് അഡ്വർടൈസിങ്. ആ നേറ്റീവ് അഡ്വർടൈസിങ് എന്താണെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നേറ്റീവ് അഡ്വർടൈസിങ് മീൻസ് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. പെയ്ഡ് ആഡിനെയാണ് നേറ്റീവ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതില് 3 ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ABCE, പിന്നെ ABCD ഉണ്ട്. അങ്ങനെ അപ്പോ ഇതിൽ ചില കാര്യങ്ങൾ ഇതിന്റെ ഫോർമാറ്റിൽ വരുന്നതല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് വൺ, നമുക്ക് ഇതിനെ ഫിലിപ്പ് കോട്ട്ലർ എങ്ങനെയാണ് ഈ നേറ്റീവ് അഡ്വർടൈസ്മെന്റിനെ പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, നേറ്റീവ് അഡ്വർടൈസിംഗ് റെഫേഴ്സ് ടു പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് that match the form, style and function of the media platform in which they appear. ഇത് എന്തുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം? നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ആ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആ പേജില് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു രീതിയുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം. അതിന്റെ ഫോം, സ്റ്റൈൽ ആൻഡ് ഫങ്ഷൻ ഓഫ് ദ മീഡിയ പ്ലാറ്റ്ഫോമുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആവണം. പിന്നെ they blend with the surrounding content so that they appear less intrusive and more natural to the audience. ഓഡിയൻസിന് ആ ഒരു ആഡ് കാണുമ്പോൾ അതൊരു പെയ്ഡ് ആഡ് ആണ് എന്ന് തോന്നലേ ഉണ്ടാവാൻ പാടില്ല. അത് വളരെയധികം നാച്ചുറൽ ആയിട്ട് അങ്ങനെ അവർക്ക് തോന്നാനായിട്ട് പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോമൺ ഫോർമാറ്റ്സ് ഓഫ് നേറ്റീവ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് കണ്ടന്റ് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these appear as recommended articles or sponsored links at the end or side of online content. നമ്മളിപ്പോ ഒരു എന്താ പറയുക, നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ന്യൂസായിട്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന തരത്തില് ഉള്ള യൂട്യൂബ് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ ഇപ്പോ ഇന്ത്യയുടെ ഇക്കണോമിക് ക്രൈസിസിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തരത്തിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ അതോടൊപ്പം തന്നെ അങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന സൈറ്റ് വഴി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാം, ഇത്ര മാത്രം ഇതൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു സംസാരം പോകുന്നത് എങ്ങനെയാണോ ആ ഒരു ഫ്ലോയിൽ തന്നെയായിരിക്കും അവർ ആ അഡ്വർടൈസ്മെന്റ് പറയുന്നത്. അപ്പൊ നമുക്കത് ആഡ് ആണെന്ന് കരുതിയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനോ ആ ഒരു വീഡിയോനെ ഫോർവേഡ് ചെയ്ത് കളയാനോ ഒന്നും പറ്റില്ല. നമ്മൾ അതിന്റെ ഒപ്പം തന്നെ ഇരുന്ന് അതെല്ലാം കേൾക്കും. അതോടൊപ്പം തന്നെ അവർ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഇൻഫീഡ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയും. ഇൻഫീഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ കണ്ടന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിത് കൊടുക്കണം, ആഡ് കൊടുക്കണം. പിന്നെ ഇൻഫീഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ദീസ് ആഡ്സ് അപ്പിയർ വിത്തിൻ ദ കണ്ടന്റ് ഫീഡ് of website or social media platforms looking similar to normal post or news item. ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ഒരു ഏതെങ്കിലും എക്സാമിന്റെ സൈറ്റോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചിട്ട് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഒരു സൈറ്റ് നോക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പേജ്, ഒരു ന്യൂസ് പേപ്പറിന്റെ പേജ്, ആ പേജിൽ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആഡും പോകുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു അക്കാദമിയുടെ പറ്റിയുള്ള ഒരു ന്യൂസ് ആയിരിക്കാം. ഇന്ന അക്കാദമിയിൽ പഠിച്ച കുട്ടിക്കാണ് ഇത്തവണ ഇന്നതിൽ സിവിൽ സർവീസിലെ റാങ്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അവർ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ആ അക്കാദമിക്ക് കൂടി ഒരു പരസ്യമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്നവരും വായിക്കുന്നവരും അതിനെ പെട്ടെന്ന് അത് എല്ലാവരും ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല, അതൊരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ സെർച്ച് ലിസ്റ്റിംഗ്സ് ആൻഡ് പ്രൊമോട്ടഡ് ലിസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്പോൺസേർഡ് റിസൾട്ട് ദാറ്റ് അപ്പിയർ ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് ഓർ ഇ-കൊമേഴ്സ് ലിസ്റ്റിംഗ് ഡിസൈൻഡ് ടു ലുക്ക് ലൈക്ക് റെഗുലർ സെർച്ച് റിസൾട്ട്. നമ്മളിപ്പോ സ്ഥിരമായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തരത്തില് ആഡ് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരേ കാര്യങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ആമസോണിന്റെ ആ ഒരു വെബ്സൈറ്റ് പേജ് എടുത്തിട്ട് നമ്മൾ ഒരു കോസ്മെറ്റിക്സിനെ പറ്റിയിട്ട് നമ്മൾ 2-3 പ്രാവശ്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോസ്മെറ്റിക്സ് വാങ്ങിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പല പല സംഭവങ്ങൾ വരുമല്ലോ. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് ഡേ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി നമ്മളെ അട്രാക്ട് ചെയ്യുന്ന തരത്തില് നമ്മുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആഡ് ആയിരിക്കും പിന്നെ നമ്മളുടെ ആ ഒരു സെർച്ച് ഹിസ്റ്ററിയിലേക്ക് വന്നുകൊണ്ടിരിക്കാം. അതേ സംഭവം തന്നെ നമുക്ക് FB നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പൊ അത് സെർച്ച് ലിസ്റ്റിങ്ങിന്റെ ഒപ്പം പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ചില ആഡ് ലിസ്റ്റിങ്സ് കൂടിയാണ്. അപ്പൊ ഇതെല്ലാം ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ നേറ്റീവ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. കാരണം അത് ഒരു പെയ്ഡ് ആണെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. ആ ഒരു സംഭവമായിട്ട് അത് മാച്ച് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കണ്ടന്റുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ആഡിനെ അവര് പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഏതെല്ലാം കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത്, ഇൻകറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ആംബിയന്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് അല്ല, അല്ലെങ്കിൽ അതൊരു നേറ്റീവ് അഡ്വർടൈസ്മെന്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആംബിയന്റ് അഡ്വർടൈസിങ് റെഫേഴ്സ് ടു അൺയൂഷ്വൽ ഔട്ട്ഡോർ അഡ്വർടൈസിങ് പ്ലേസസ്. നമ്മൾ അസാധാരണമായിട്ട് കാണുന്ന ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് അൺഎക്സ്പെക്റ്റഡ് ലൊക്കേഷനിൽ ടു അട്രാക്ട് അറ്റൻഷൻ. നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടേണിങ്ങിലൊക്കെ വലിയൊരു ബാനർ അല്ലെങ്കിൽ ഒരു ബിൽബോർഡൊക്കെ കാണുന്നു. ഇറ്റ് ഈസ് നോട്ട് എ നേറ്റീവ് അഡ്വർടൈസിങ് ഫോർമാറ്റ്. അത് വേറെ ഒരു കണ്ടന്റുമായിട്ട് ചേർന്നിരിക്കുന്ന മട്ടിലൊന്നുമല്ല. നമ്മളങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരെണ്ണം കാണുന്നു, അത്രയേ ഉള്ളൂ. ദെൻ പബ്ലിക് പ്ലേസ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അതുപോലെ തന്നെ. These include billboards, posters, transit ads in public spaces, which fall under outdoor advertising is not native advertising. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് ഒന്നും നേറ്റീവ് അഡ്വർടൈസിംഗിൽ വരുന്നതല്ല. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A, C and E മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്. നെക്സ്റ്റ് വൺ. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Assertion. Cultivation theory argues that heavy media exposure shapes viewers' perceptions of reality to align with the media portrayals. Cultivation theory എന്താണ് argue ചെയ്യുന്നത്? That heavy media exposure shapes viewers perceptions of reality. കുറേ നേരം നമ്മൾ ഒരേ മീഡിയ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മളുടെയും
നമ്മളുടെ കൾച്ചറിനും ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെയാണല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെയോ ഒരു കൾച്ചറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, ഓഡിയൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ പലതരത്തിലുള്ള ആഡും ഉണ്ടാകും, പ്രോഗ്രാംസും എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറെ കാലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യൂവേഴ്സിന്റെ പെർസെപ്ഷൻസ് ഓഫ് റിയാലിറ്റിനെ ഷേപ്പ് ചെയ്യുന്നു എന്നാണ് ഈ കൾട്ടിവേഷൻ തിയറി പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീഡിയ കാണിക്കുന്നത് എന്താണോ അതാണ് റിയാലിറ്റി എന്ന് ആ ഓഡിയൻസ് വിശ്വസിക്കാനായിട്ട് തുടങ്ങും. ഇനി അതിന്റെ റീസൺ ആയിട്ട് എന്താണ് പറയുന്നത്? സെലക്റ്റീവ് എക്സ്പോഷർ ടു മീഡിയ റീഎൻഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിലീഫ്സ്, നോട്ട് മീഡിയ ഡ്രൈവൺ പെർസെപ്ഷൻസ്. ഇനി സെലക്റ്റീവ് എക്സ്പോഷർ ടു മീഡിയ റീഎൻഫോഴ്സ്, ഇതില് ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ബിലീഫ്സ് ആയിട്ടും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന മീഡിയനെ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ടാണ് അവർ കാണുന്നത്. അപ്പോ ഇതില് അതാണ് സെലക്റ്റീവ് എക്സ്പോഷറിൽ പറയുന്നത്. സോ ഇതിന്റെ ഒരു ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഈ അസേർഷനും റീസണും ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതില് in the light of the above statement, choose the most appropriate answer from the options given below. Assertion, reason are correct, and assertion and reason are correct തന്നെയാണ്, and is the correct explanation of A. R is the correct explanation of A. അസർഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസണിൽ കൊടുത്തിട്ടുള്ളത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. രണ്ടും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാല് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം രണ്ടും കറക്റ്റ് തന്നെയാണ്, പക്ഷെ റീസൺ എന്ന് പറയുന്നത് സെലക്റ്റീവ് എക്സ്പോഷറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു കൾട്ടിവേഷൻ തിയറിയുടെ ഒരു റീസൺ ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇത് സെക്കൻഡ് വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റീസൺ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ അസർഷനിൽ നമ്മൾ പറയുന്നത് കൾട്ടിവേഷൻ തിയറി ഡെവലപ്ഡ് ബൈ ജോർജ് ജെർബനറിന്റെ ആണ് കൾട്ടിവേഷൻ തിയറി. ആർഗ്യൂസ് ദാറ്റ് ലോങ് ടൈം ആൻഡ് ഹെവി എക്സ്പോഷർ ടു മീഡിയ, ഇവിടെ മീഡിയ എന്ന് പറയുന്നത് എസ്പെഷ്യലി ടെലിവിഷനെയാണ്, ഷേപ്സ് വ്യൂവേഴ്സ് പെർസെപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി. അങ്ങനെ കുറെ നാൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചാനലില് അല്ലെങ്കിൽ ടെലിവിഷനിലെ ചില പ്രത്യേക പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കാതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ മേക്കിംഗ് ദം ബിലീവ് ദാറ്റ് ദ റിയൽ വേൾഡ് റിസംബിൾസ് ദ വേൾഡ് പോർട്രൈൽഡ് ഇൻ മീഡിയ. മീഡിയയിൽ കാണിക്കുന്ന വേൾഡ് എന്താണോ അതാണ് റിയൽ വേൾഡ് എന്ന് അവര് ബിലീവ് ചെയ്യുന്നു. Therefore, assertion is correct. Then, what is the reason? Selective exposure means the audiences prefer media content is match their existing beliefs and attitude. ഇപ്പോ പൊളിറ്റിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആണെങ്കിൽ തന്നെയും ഒരു ഓഡിയൻസ് മിക്കവാറും അവരുടെ ആ ഒരു ഐഡിയോളജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന മീഡിയ ചാനൽ ഏതാണോ ആ ചാനലിനെ ആയിരിക്കും അവരെല്ലാം ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയുന്നതാണ് കറക്റ്റ് ആണ് എന്നൊരു രീതിയിലായിരിക്കും അതിന്റെ ഫോളോവേഴ്സ് വിശ്വസിക്കുക. അത് പക്ഷെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് വളരെ എക്സ്ട്രീം പൊളിറ്റിക്കൽ മൈൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആറ്റിറ്റ്യൂഡ് ഉള്ളവരൊക്കെ അവരുടെ ചാനൽ പറയുന്നത് തന്നെയാണ് സത്യം എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുക. അത് ബാധിക്കുന്നത് ആരെയാണ്? ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? സെലക്റ്റീവ് പ്രോസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ തിയറി. ഇതിൽ പറയുന്നത് കൾട്ടിവേഷനെ പറ്റിയിട്ടല്ല, ഇതിൽ വേറൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലക്റ്റീവ് എക്സ്പോഷറിനെ പറ്റിയാണ് റീസൺ പറയുന്നത്. അപ്പൊ ആ റീസൺ കറക്റ്റ് ആണ്, പക്ഷെ ഇത് ഒരിക്കലും കൾട്ടിവേഷൻ തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ റീസൺ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല.
Cultivation theory focuses on media shaping audience perceptions over time through repeated exposure. Repeated ആയിട്ടുള്ള എക്സ്പോഷറിലൂടെ ഓഡിയൻസിന്റെ പെർസെപ്ഷൻസിൽ അവനെ മാറ്റം വരുത്തുകയാണ്. എന്നാൽ സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് എക്സ്പോഷർ ഓൺ ദ അതർ ഹാൻഡ് സജസ്റ്റ് ദാറ്റ് audiences actively choose media that reinforce their existing beliefs. Thus, both statements are true, but reason explains a different concept that it does not explain cultivation theory. ഇതിൽ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുമ്പോൾ ലോങ് ടൈം മീഡിയ എക്സ്പോഷർ ആണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, അപ്പോൾ നമുക്ക് വേഗം ക്ലിക്ക് ചെയ്യും. ലോങ് ടൈം മീഡിയ എക്സ്പോഷർ ഷേപ്സ് റിയാലിറ്റി പെർസെപ്ഷൻസ്, അതാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. ഇനി സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പീപ്പിൾ ചൂസ് മീഡിയ ദാറ്റ് മാച്ചസ് ദെയർ ബിലീവ്സ്, അവരുടെ ബിലീവ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന മീഡിയനെയാണ് ജനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 59 മാച്ച് ദ ഫോളോയിങ് ആണ്. ബുക്ക് ആൻഡ് ഓതർ. ഹൗ ടു തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ, ദ റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി, ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ന്യൂറോമാൻസൺ. ഇങ്ങനെ 4 ബുക്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിലെപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ മുമ്പെല്ലാം PYQയിൽ കണ്ടിട്ടുള്ളത് ബിയും സിയും ഒക്കെയാണ്. റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി, ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ഇതെല്ലാം PYQസിന് ഉണ്ടാകാറുണ്ട്. ഇനി ഇതിന്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മാനുവൽ കാസ്റ്റൽസ്, ലവ് മനോവിക്, ഡാൻ ചിലർ, വില്യം ഗിബ്സൺ. ഇതിലെങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും? ഹൗ ടു തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ. ഹൗ ടു തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ ഡാൻ ചില്ലറിന്റെ ബുക്കാണ്. അതിന്റെ ഓതർ ഡാൻ ചില്ലർ ആണ്. നെക്സ്റ്റ് റൈസ് ഓഫ് എ നെറ്റ്വർക്ക് സൊസൈറ്റി, മാനുവൽ കാസ്റ്റൽസ്. അതെപ്പോഴും തന്നെ നമുക്ക് പല PYQയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണിത്. ദെൻ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ലവ് മനോവിക്കിന്റെ ആണ് ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ. ദെൻ ന്യൂറോമാൻസന്റെ വില്യം ഗിബ്സൺ, ന്യൂറോമാൻസൺ വില്യം ഗിബ്സൺ. ഹൗ ടു തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ ഡാൻ ചില്ലർ, ദ റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി, മാനുവൽ കാസ്റ്റൽസ്, ദ ലാംഗ്വേജ് ഓഫ് ന്യൂ മീഡിയ, ലവ് മനോവിക്, ന്യൂറോമാൻസൺ, വില്യം ഗിബ്സൺ. അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫൻസ് അഗെയിൻസ്റ്റ് എ ലിബൽ സ്യൂട്ട്. ഒരു ലിബൽ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഡിഫൻസ് ആയിട്ട് കാണിക്കാൻ പറ്റാത്ത കാര്യം ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അവര് ഉയർത്തിയ എന്തെങ്കിലും ഒരു ആരോപണം അതൊരു അപകീർത്തികരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാറി എന്ന് പറഞ്ഞ് ഒരാള് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്ലെയിന്റിഫ് ആള് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലിബൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അപകീർത്തികരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരാൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമ്മളിപ്പോ ഒരു ആസ് എ ജേർണലിസ്റ്റ് അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? അതിൽ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ കോടതിയിൽ വാദിക്കാം, സമർത്ഥിക്കാം, അതിനെ ഡിഫെൻഡ് ചെയ്യാം. അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഇതിൽ ഏത് കാര്യമാണ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. ട്രൂത്ത്. ജേർണലിസ്റ്റിന് പറയാൻ ഞങ്ങൾ സത്യം മാത്രമാണ് പറഞ്ഞത് എന്നൊക്കെ, അല്ലെങ്കിൽ പ്രിവിലേജ്, അങ്ങനെ വെളിപ്പെടുത്താനുള്ള ഒരു പ്രിവിലേജ് നമ്മൾ ജേർണലിസ്റ്റിന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സമർത്ഥിക്കാം. ഇമേജ് ഓഫ് ദ പ്ലെയിന്റിഫ്, ഫെയർ കമന്റ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നൊക്കെ നമുക്ക് സ്ഥാപിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യം?
അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇമേജ് ഓഫ് ദ പ്ലെയിൻറ്റിഫ് ആണ്. ഈ ഇമേജ് ഓഫ് ദ പ്ലെയിൻറ്റിഫ് എങ്ങനെയാണ് ഒരു ഡിഫൻസ് ആകാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫ് ആയിരിക്കും മിക്കവാറും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു ലിബൽ സ്യൂട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ അയാളുടെ ഫോട്ടോ തന്നെ നമുക്ക് ഓൾറെഡി അത് അപകീർത്തികരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു പരാതിയുടെ പുറത്തുള്ളൊരു കാര്യമാണ്, ഒരു കേസാണ്. അപ്പൊ വീണ്ടും ആ പരാതിക്കാരന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഫൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാല് in the libel law, certain defenses can protect a journalist, publisher or media organization from liability when a defamation case is filed. ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ആ ലിബൽ നമ്മൾ ഉന്നയിച്ച ആ ആരോപണം വാലിഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് തെളിയിക്കുന്ന ഡിഫൻസസ് ആണ് ട്രൂത്ത്. ഇഫ് ദ പബ്ലിഷ്ഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ക്യാൻ ബി പ്രൂവൺ, ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ലിബൽ. ആ ലിബലിനെതിരെ ആരോപിച്ച എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സത്യമാണെന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഡിഫൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രിവിലേജ് ആണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അവകാശം അല്ലെങ്കിൽ ഒരു പ്രത്യേക സംരക്ഷണം കിട്ടുന്നുണ്ട് ആ ജേർണലിസ്റ്റിന്. അത് എന്ത് കാര്യത്തിലാണ് ഈ പ്രിവിലേജ് കിട്ടുന്നത് നോക്കാം. പ്രിവിലേജ് പ്രൊട്ടക്ട് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ സർട്ടൈൻ ഒഫീഷ്യൽ ഓർ ലീഗൽ കോണ്ടെക്സ്റ്റ് such as parliamentary proceedings or court report. Journalist can report these without being liable for defamation. എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്ററി പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ, അവിടുത്തെ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതി റിപ്പോർട്ടുകൾ ചില സമയങ്ങളിൽ ചില കോടതിയുടെ വ്യവഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ കോടതി റിപ്പോർട്ടുകളൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ചില ലീഗൽ കോണ്ടെക്സ്റ്റിലോ നിയമപരമായ ചില സന്ദർഭങ്ങളിലോ ഒക്കെ നടത്തുന്ന പ്രസ്താവനകൾക്ക് നമുക്ക് ജേർണലിസ്റ്റിന് പ്രിവിലേജ് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ് ജേർണലിസ്റ്റിന് കിട്ടുന്നത് കൊണ്ട് ജേർണലിസ്റ്റ് ക്യാൻ റിപ്പോർട്ട് ദീസ് വിത്തൗട്ട് ബീയിങ് ലയബിൾ ഫോർ ഡിഫോമേഷൻ. അവർക്ക് ഈ അപകീർത്തികരമായ പ്രസ്താവന ഉന്നയിച്ചു എന്നുള്ള ആരോപണത്തിൽ നിന്ന്, അത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ മാനനഷ്ടത്തിന് ബാധ്യസ്ഥരാകാതെ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതും നമുക്ക് ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ട്രൂത്തും പ്രിവിലേജും. Then next, fair comment. Fair comment allows the honest opinion or criticism on matters of public interest, such as reviews of a book, films or public figures. ഇപ്പൊ എല്ലാവരും ഇരുന്ന് ഒരു ബുക്കിനെ പറ്റിയിട്ട് റിവ്യൂ പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫിലിമിനെ പറ്റി റിവ്യൂ പറയുന്നു, അതെല്ലാം ഫെയർ കമന്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഡിഫമേഷന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. Then why option 3 is incorrect? Image of the plaintiff ആണ് തേർഡ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ഇതിൽ വരുന്നില്ല, ഡിഫൻസ് ആവുന്നില്ല എന്ന് വെച്ചാൽ the image or reputation of the plaintiff is not a legal defense in libel case. In fact, libel suit are filed precisely because the plaintiff claims their reputation has been harmed. എപ്പോഴും ഒരു പ്ലെയിൻറ്റിഫ് ഒരു ഡിഫമേഷൻ കേസിലാണെങ്കിൽ അയാളുടെ മാനനഷ്ടം, അയാളുടെ അന്തസ്സിന് കോട്ടം വന്നു എന്നുള്ള ഒരു രീതിക്കാണല്ലോ കേസ് ഫയൽ ചെയ്യുക. പിന്നെ വീണ്ടും അയാളുടെ ഇമേജ് വെച്ചുകൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. Then next one, given below are two statements, one is assertion and one is reason. Assertion: for those commercial purposes that operate at the margins of a viability, the effect would be closure. Reason: rising cost and falling revenues mean that profit margins will be squeezed. ഇതിന്റെ അസർഷനിൽ എന്താണ് പറയുന്നത്? For those commercial papers that operate at the margins of a viability, the effect would be closure. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രം, ഒരു ന്യൂസ് പേപ്പർ പ്രവർത്തിക്കുന്നത് അവരുടെ മാർജിൻസ് ഓഫ് വയബിലിറ്റിക്ക് വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ ആണ് ആ ഒരു പത്രം നടത്തുന്നത്. അതൊരു കൊമേഴ്സ്യൽ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ
അവരുടെ ദ എഫക്റ്റ് വുഡ് ബി ക്ലോഷർ. അവർക്ക് ഫലം കിട്ടുമെന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. കാരണം അവർ അത്രമാത്രം അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടാകും. ആ അഡ്വർടൈസ്മെന്റ്സിനൊക്കെ അത് അതിൻ്റെതായിട്ടുള്ള റെമ്യൂണറേഷനും വാങ്ങിക്കുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യൽ പേപ്പറാണ്. അവർക്ക് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും ആഡിലൂടെ ഇത്രയും ഇൻകം കിട്ടും അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കിട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എഫക്റ്റ് വുഡ് ബി ക്ലോസർ. റീസൺ: rising cost and falling revenue mean that a profit margin will be skewed. ഇനി ചെലവുകൾ കോസ്റ്റ് റൈസ് ചെയ്യുകയും റവന്യൂ കുറയുകയും ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് മാർജിനുകൾ കുറയ്ക്കും. അതും സത്യമാണല്ലോ, രണ്ടും കറക്റ്റ് തന്നെയാണ്. അസർഷൻ പറയുന്നതും റീസൺ പറയുന്നതും എല്ലാം കറക്റ്റ് ആണ്. സോ ഇതിന്റെ ഓപ്ഷൻ വരുമ്പോൾ അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ഇസ് ദ reason is the correct explanation of assertion. ഇതില് അസർഷനിൽ പറയുന്ന കാര്യം കൊമേഴ്സ്യൽ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് മീഡിയ ഓർഗനൈസേഷൻ ദാറ്റ് ഓപ്പറേറ്റ് വിത്ത് വെരി സ്മോൾ പ്രോഫിറ്റ് മാർജിൻ, അതിന്റെ മാർജിൻ ഓഫ് വയബിലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ കുറഞ്ഞ ഒരു ലാഭത്തിന്റെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രമാത്രമേ ലാഭം അവർക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മീഡിയ ഓർഗനൈസേഷൻ ആയാലും കൊമേഴ്സ്യൽ ന്യൂസ് പേപ്പർ ആയാലും മേ ബി ഫോഴ്സ്ഡ് ടു ക്ലോസ് ഡൗൺ ഇഫ് ദയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വേഴ്സൺ. അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വേഴ്സൺ ആയാൽ പിന്നെ അവർക്കത് ക്ലോസ് ഡൗൺ ചെയ്യുക, അടച്ചുപൂട്ടാൻ മാത്രമേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അതിപ്പോ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഗാന്ധിജിയുടെ കോൺസെപ്റ്റിലൊന്നും അല്ലല്ലോ ഇന്നത്തെ പത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മീഡിയ ഓർഗനൈസേഷനും അങ്ങനെയല്ല. അപ്പൊ അവരുടെ ആ ഒരു മാർജിൻ ഓഫ് വയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാവും. അതായിരിക്കും അവർക്ക് വഴിയുള്ളൂ. അത് കറക്റ്റ് ആണ് ആ ഒരു അസർഷൻ. ഇനി എങ്ങനെയാണ് അങ്ങനെ ആയി മാറുന്നത്, അത് ഏതെല്ലാം കാര്യങ്ങളാണ് അവരെ ആ ഒരു ക്ലോസ് ഡൗണിലേക്ക് ലീഡ് ചെയ്യുന്നത്? വെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് റൈസ്. എന്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് റൈസ് ചെയ്യുക? പ്രിന്റിങ്, ന്യൂസ് പ്രിന്റ്, സാലറീസ്, ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ആൻഡ് റവന്യൂസ് ഫാൾ. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയും അഡ്വർടൈസ്മെന്റിൽ നിന്നും സർക്കുലേഷനിൽ നിന്നും ഒക്കെ കിട്ടാവുന്ന റവന്യൂ ഫാൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ദ പ്രോഫിറ്റ് മാർജിൻ ബിക്കം വെരി സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിട്ട് മാറും. So the reason is correct. Relationship between assertion and reason എന്ന് പറയുന്നത് rising cost and falling revenue directly skews profit margins. For newspapers already operating with very little financial stability, this situation can lead to closure. So reason correctly explains assertion. Next one, arrange the following films in a sequential order according to their launch year, beginning from the first. ആദ്യം റിലീസ് ചെയ്ത അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത ആ ഒരു ഫിലിമിന്റെ ബേസിൽ ഇതിനെ ഇയറിന്റെ ബേസിലാണ് ഇതിനെ സീക്വൻഷ്യൽ ഓർഡറിലേക്ക് ആക്കേണ്ടത്. ദ ഷൈനിങ്, ദ അമിറ്റിവിലി ഹൊറർ, ഫയർഫോക്സ്, വാർ ഗെയിംസ്, റെഡ് ഡോൺ. ഇന്ത്യൻ സിനിമയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ കുറേ പേരുടെയൊക്കെ പേരുകളൊക്കെ പഠിച്ചതായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നും നമ്മൾ മുമ്പ് PYQലൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അതിന്റെ ഇയർ എങ്ങനെയാണ് വരുന്നതെന്ന്. അതിന്റെ ഒരു സീക്വൻസിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും എന്നുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ എങ്ങനെയാകുന്നു, എന്തുകൊണ്ടായി എന്നുള്ളത് നോക്കാം. ഇത് റിലീസ് ചെയ്ത ഇയറിന്റെ ക്രമത്തിലാണ് ഇതിനെ ഓർഡറിലേക്ക് ആക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അമിറ്റിവില്ലി ഹൊറർ ഉള്ള മൂവിയാണ് ഫസ്റ്റ് റിലീസ് ചെയ്തത് 1979. ദെൻ ഷൈനിങ് 1980, ഫയർഫോക്സ് 1982, വാർ ഗെയിംസ് 1983, റെഡ് ഡാൺ 1984. ഇപ്പൊ ബിഗിനിങ് ഫ്രം ദി ഫസ്റ്റ്, അങ്ങനെയാണ് ഇതിന്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ വരുന്നത്. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്, BACDE. അതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ യാതൊരു രക്ഷയും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. 1979 അമിറ്റിവില്ലി ഹൊറർ എന്ന് പറയുന്ന മൂവി ഒരു ഹൊറർ ഫിലിം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അമിറ്റിവില്ലി ഹൗസ് സ്റ്റോറിയാണത്. ബേസ്ഡ് ഓൺ ദ അമിറ്റിവില്ലി ഹൗസ് സ്റ്റോറി. ദെൻ ഷൈനിങ് 1980, ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ്. ഡയറക്റ്റ് ചെയ്തത് സ്റ്റാൻലി ക്യൂബ്രിക്.
അത് ആ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ഷൈനിങ് എന്ന് പറയുന്ന മൂവിയാണ്. 1980 സൈക്കോളജിക്കൽ ഹൊറർ ഡയറക്റ്റഡ് ബൈ സ്റ്റാൻലി ക്യൂബിക്. ഫയർഫോക്സ് കോൾഡ് വാർ ടെക്നോ ത്രില്ലർ ആണ്. 1982. വാർ ഗെയിംസ് ഫിലിം അബൌട്ട് എ കമ്പ്യൂട്ടർ ഹാക്കർ ട്രിഗറിങ് എ മിലിറ്ററി സിമുലേഷൻ. അതാണ് അതിന്റെ തീം. Then Red Dawn 1984 war action film against a Soviet invasion of the US. യുഎസിന്റെ സോവിയറ്റ് ഇൻവേഷനെ കുറിച്ചിട്ട് പറയുന്ന മൂവിയാണ് റെഡ് ഡാൻ. 1984 റിലീസ് ചെയ്തത്. നെക്സ്റ്റ് വൺ മാച്ചിങ് ഇൻവെൻഷൻസ് ആൻഡ് ഇൻവെന്റേഴ്സ്. ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെ. ഫോട്ടോഗ്രാഫി, ഇലക്ട്രിക് ഫ്ലാഷ്, സെല്ലുലോയിഡ്, ഫോട്ടോഗ്രാവിയർ. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതില് ഫോട്ടോഗ്രാഫി ആരാണ്? ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ജോസഫ് നീസ്ഫോർ നീപ്സ്. ജോസഫ് നീസ്ഫോർ നീപ്സ് ആണ്. ഇതിന്റെ പേര് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. then ഇലക്ട്രിക് ഫ്ലാഷ് ഹരോൾഡ് ഇ ഈഗർട്ടൺ. ഹരോൾഡ് ഇ ഈഗർട്ടൻ്റെയാണ് ഇലക്ട്രിക് ഫ്ലാഷ്. ദെൻ സെല്ലുലോയിഡ് ഇൻവെന്റ് ചെയ്തത് അലക്സാണ്ടർ പാർക്സ്. ആൻഡ് ഫോട്ടോഗ്രാവിയർ വില്യം ഹെൻറി ഫോക്സ് ടാൽബോട്ട്. ഇൻ ഫോട്ടോഗ്രാഫി ജോസഫ് നെയ്സ്ഫോർ നീപ്സ്. ഇലക്ട്രോണിക് ഫ്ലാഷ് ഹരോൾഡ് ഇ ഈഗർട്ടൺ. സെല്ലുലോയിഡ് അലക്സാണ്ടർ പാർക്സ്. ഫോട്ടോഗ്രാവിയർ വില്യം ഹെൻറി ഫോക്സ് ടാൽബോട്ട്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് 4th one ആണ്. ഫോട്ടോഗ്രാഫി ജോസഫ് നീസ്ഫോർ നീപ്സ് produced the first permanent photograph in 1826-27 using the heliography process, making him one of the pioneer of photography. Then electronic flash Harold E. Edgerton. He invented the electronic flash. stroboscopic flash എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ഇലക്ട്രോണിക് ഫ്ലാഷിനെ stroboscopic flash, which allowed photographers to capture high-speed images such as bullet passing through an object. ഹൈ സ്പീഡിൽ പെട്ടെന്ന് കടന്നു പോകുന്ന എന്തിനെ വരെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതാണ് ആ ഒരു ഇലക്ട്രോണിക് ഫ്ലാഷിന്റെ ഇൻവെൻഷൻ കൊണ്ട് കിട്ടിയ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ദെൻ സെല്ലുലോയിഡ് അലക്സാണ്ടർ പാർക്സ് ആണ് സെല്ലുലോയിഡ് ഇൻവെന്റ് ചെയ്തത്. പാർക്സ് ഡെവലപ്ഡ് Parkesine, an early plastic that later evolved into celluloid, widely used in photographic film and motion picture film. Photogravier William Henry Fox Talbot. Talbot developed the photogravier printing process, which allowed photographic images to be reproduced through printing. ഫോട്ടോഗ്രാവിയർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് വില്യം ഹെൻറി ഫോക്സ് ടാൽബോട്ടിന്റെ ഇൻവെൻഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 64 കോൺസെപ്റ്റ് ആൻഡ് പർപ്പസ്. കോൺസെപ്റ്റിൽ പറയുന്നത് കോർപ്പറേറ്റ് ഇമേജ്, കോർപ്പറേറ്റ് ഐഡന്റിറ്റി, കോർപ്പറേറ്റ് അഡ്വർടൈസിംഗ്, പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്. അതിന്റെ പർപ്പസ് പറയുന്നത് പ്രൊമോട്ടിംഗ് ദ ഇമേജ് ഓഫ് എ കമ്പനി, പ്രൊമോട്ടിംഗ് പ്രോ സോഷ്യൽ മെസ്സേജസ്, കമ്പനി സീൻ ത്രൂ ഐസ് ഓഫ് ഇറ്റ്സ് പബ്ലിക്. 4th one വിഷ്വൽ മാനിഫെസ്റ്റേഷൻ ഓഫ് എ കമ്പനി. ഇത് ഓരോന്നും നമുക്ക് എല്ലാം ഒരു കോർപ്പറേറ്റ് ഇമേജ് എന്താണ്, കോർപ്പറേറ്റ് ഐഡന്റിറ്റി എന്താണ്, അത് ചെറിയൊരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഡ്വർടൈസിങ്, ദെൻ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്. ഇതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്.
ഇതില് കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ എ കമ്പനി സീൻ ത്രൂ ദ ഐസ് ഓഫ് ഇറ്റ്സ് പബ്ലിക്. കോർപ്പറേറ്റ് ഇമേജ് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ or impression that a public has about a company based on its action, communication and reputation. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനീനെ പറ്റി, ഒരു ബ്രാൻഡിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ബിലീവബിൾ ആയിരിക്കും ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. അതാണ് ആ കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടാറ്റയുടെ സാധനമാണ്, അല്ലെങ്കിൽ അത് ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഇപ്പോൾ അത് റിലയൻസിന്റെ ആണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു ബ്രാൻഡിൽ നമ്മൾ അട്രാക്റ്റ് ആയി, അല്ലെങ്കിൽ നമ്മൾ അത് ഓൾറെഡി നമ്മൾ അതിനെ വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ ആ കോർപ്പറേറ്റിന് ഒരു ഇമേജ് ഉണ്ട്. പബ്ലിക് എങ്ങനെയാണോ പബ്ലിക്കിന്റെ മുന്നിൽ എങ്ങനെയാണോ ആ കമ്പനീനെ പറ്റി ഒരു ഇമേജ് ഉള്ളത്, അതിനെയാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറയുന്നത്. എപ്പോഴും നല്ലൊരു വിചാരം മാത്രമല്ലേ നമ്മൾക്ക് ഉള്ളൂ അതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ വിഷ്വൽ മാനിഫെസ്റ്റേഷൻ ഓഫ് എ കമ്പനി. കോർപ്പറേറ്റ് ഐഡന്റിറ്റി ഇൻക്ലൂഡ്സ് വിഷ്വൽ എലമെന്റ്സ് that represent an organization such as logo, color scheme, for typography, design style and symbols. ചില കമ്പനികളുടെ ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ കമ്പനിയുടെ പേരില്ലെങ്കിൽ കൂടിയും നമുക്ക് ആ ലോഗോ കണ്ട് നമ്മൾ മനസ്സിലാക്കും ഇന്നതാണ് സംഭവം എന്നുള്ളത്. പിന്നെ ചില കമ്പനികൾ മറ്റ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനികളുടെ ലോഗോയ്ക്ക് സിമിലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കളർ സ്കീമിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് ആ കമ്പനിക്ക് തന്നെ ഉറപ്പുണ്ട്, കാരണം അവരൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതാണ്. ചില വിഷ്വൽ എലമെന്റ്സിലൂടെ നമുക്ക് ആ കോർപ്പറേഷനെ അതിനെ മനസ്സിലാകും. വിഷ്വൽ മാനിഫെസ്റ്റേഷൻ ഓഫ് എ കമ്പനി. കോർപ്പറേറ്റ് ഐഡന്റിറ്റി ഇൻക്ലൂഡ്സ് വിഷ്വൽ എലമെന്റ്സ്. അതൊക്കെയാണ് ലോഗോ, കളർ സ്കീം, ടൈപ്പോഗ്രഫി, ഡിസൈൻ സ്റ്റൈൽ ആൻഡ് സിംബൽസ് എന്ന് പറയുന്നത്. അതാണ് കോർപ്പറേറ്റ് ഇമേജും കോർപ്പറേറ്റ് ഐഡന്റിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദെൻ കോർപ്പറേറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടിംഗ് ദ ഇമേജ് ഓഫ് എ കമ്പനി. പ്രൊമോട്ടിംഗ് ദ ഇമേജ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഇമേജിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് അഡ്വർടൈസിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺ ബിൽഡിംഗ് ദ റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ ആൻഡ് ബ്രാൻഡ് ഇമേജ് ഓഫ് എ കമ്പനി റാദർ ദാൻ സെല്ലിംഗ് എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും ബ്രാൻഡ് ഇമേജും എല്ലാം സെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. Then public service announcements, PSA. Promoting pro-social messages. PSAs are messages created for the public interest, promoting social awareness and behavioral change. എക്സാമ്പിൾ റോഡ് സേഫ്റ്റി, ഹെൽത്ത് ക്യാമ്പയിൻസ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അങ്ങനെ ഓരോ പൊതുവായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കമ്പനികൾ, കോർപ്പറേറ്റുകൾ അവരുടേതായിട്ടുള്ള അനൗൺസ്മെന്റ്സ് ഒക്കെ നടത്തും. ഇപ്പോൾ ടാറ്റയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഡീഫോറസ്റ്റേഷനെതിരായിട്ടുള്ള ഒരു പരസ്യമൊക്കെ ആയിരിക്കാം. പക്ഷെ ലാസ്റ്റ് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിന്റെ പേരായിരിക്കും. അവരുടെ കമ്പനീനെ പറ്റിയോ അവരുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയോ അതിന്റെ സെയിലിനെ പറ്റിയോ ഒരു അക്ഷരം പോലും അവർ മിണ്ടുന്നുണ്ടാവില്ല. അതേസമയം ഇതുപോലുള്ള ഏതെങ്കിലും സോഷ്യൽ അവയർനെസ് കൊടുക്കുന്നതിനോ ബിഹേവിയറൽ ചേഞ്ച് വരുത്തുന്നതിനോ ഒക്കെ ആയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവർ പല കാര്യങ്ങളെയും മുന്നോട്ട് വെക്കുകയും അതിന്റെ അഡ്വർടൈസ്മെന്റുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണ് പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പാർട്ട് 1 and 2 നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.